ഫിലിം ചേംബറിന് മറുപടിയുമായി ഫെഫ്ക കോർ കമ്മിറ്റിയെ വിമർശിച്ച ഫിലിം ചേംബറിന്റെ നടപടി അപക്വം. സ്ത്രീകൾക്ക് വേണ്ടി രൂപീകരിച്ച കോർ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരുമെന്നും മറ്റൊരു സംഘടനയുടെയും അനുമതി ആവശ്യമില്ലെന്നും ഫെഫ്ക അറിയിച്ചു. വിവരങ്ങൾ നൽകാനായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, ഇപ്പോൾ ഫിലിം ചേംബറിന് മറുപടിയുമായിട്ട് ഫെഫ്ക എത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കോർ കമ്മിറ്റി വിമർശിച്ച ഫിലിം ചേംബറിന്റെ നടപടി അപക്വമെന്നുമാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? ജിജീഷ, ഫിലിം ചേംബറിന് മറുപടിയുമായി ഫെഫ്ക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കോർ കമ്മിറ്റിയെ വിമർശിച്ച ഫിലിം ചേംബറിന്റെ നടപടി അപക്വമെന്നുമാണ് പറയുന്നത്. എന്തൊക്കെയാണ് കൂടുതലായുള്ള വിശദാംശങ്ങൾ? ഫിലിം ചേംബറിന് ഒപ്പം തന്നെ ഫെഫ്കയും തമ്മിലുള്ള ഒരു ചേരുതിരിവ് പരസ്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ മറുപടിയുമായി ഇപ്പോൾ ഫെഫ്ക രംഗത്ത് വന്നിരിക്കുന്നത്. കോർ കമ്മിറ്റിയെ വിമർശിച്ച ചേംബറിന്റെ നടപടി അപക്വമാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വേണ്ടി രൂപീകരിച്ച കോർ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരുമെന്ന കാര്യം ഫെഫ്ക വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊരു സംഘടനയുടെ അനുമതി അക്കാര്യത്തിൽ ആവശ്യമില്ല എന്നാണ് ഇക്കാര്യത്തിൽ പറയുന്നത്. ഫെഫ്ക ഒരു ട്രേഡ് യൂണിയനാണ്. തൊഴിലാളികളുടെ സംരക്ഷണത്തിനായി സബ് കമ്മിറ്റി രൂപീകരിക്കാൻ ഫെഫ്കക്ക് അവകാശമുണ്ട് എന്നാണ് ഫിലിം ചേംബറിനുള്ള മറുപടിയിൽ പറയുന്നത്. സിനിമയിലെ ചൂഷണങ്ങൾക്കെതിരെ സ്ത്രീകൾക്ക് പരാതിപ്പെടാനാണ് സംവിധായക സംഘടനയായ ഫെഫ്ക ഏർപ്പെടുത്തിയതായിരുന്നു ടോൾ ഫ്രീ നമ്പർ. ഇത് നിയമവിരുദ്ധമാണെന്ന് ഫിലിം ചേംബർ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഫെഫ്കയ്ക്കെതിരെ സർക്കാരിനും ഒപ്പം തന്നെ വനിതാ കമ്മീഷനും ഫിലിം ചേംബർ കത്തയക്കുകയും ചെയ്തു. നിയമവിരുദ്ധമായാണ് ഇത്തരമൊരു ടോൾ ഫ്രീ നമ്പർ മുന്നോട്ട് വെച്ചതെന്നായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. സിനിമാ മേഖലയിലെ ആഭ്യന്തര പ്രശ്ന പരിഹാര രൂപീകരണവുമായി ബന്ധപ്പെട്ട ആണ് ഇത്തരത്തിൽ ഫെഫ്ക ഒരു പരാതി പരിഹാര സെല്ലിന് മുന്നോട്ട് വെച്ചത്. സിനിമയിലും സീരിയലിലും പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരാതിയായി വാട്സാപ്പ് അറിയിക്കാനാണ് കഴിഞ്ഞ ദിവസം ഫെഫ്ക പ്രത്യേക നമ്പർ പുറത്തുവിട്ടത്. ഫിലിം ചേംബറിന്റെ മേൽനോട്ടത്തിൽ എല്ലാ സൈറ്റുകളിലും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. ഇതിന് പുറമെ ഫെഫ്ക സ്വന്തം നിലയിൽ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനെയാണ് ചേംബർ ചോദ്യം ചെയ്തിരിക്കുന്നത്. ചേംബർ ചോദ്യം ചെയ്തതിന് മറുപടിയുമായിട്ടാണ് ഇപ്പോൾ ഫെഫ്കയും രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ഒരു ചേരുവയിൽ കൂടെ ശക്തമാണ് മുന്നോട്ട് പരസ്യമാക്കി തന്നെയാണ് ഇത്തരത്തിൽ പ്രതികരണങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അഞ്ജന, ശരി. ഫിലിം ചേംബറിന്റെ മറുപടിയുമായി ഫെഫ്ക കോർ കമ്മിറ്റിയെ വിമർശിച്ച ഫിലിം ചേംബർ നടപടി അപക്വം. സ്ത്രീകൾക്ക് വേണ്ടി രൂപീകരിച്ച കോർ കമ്മിറ്റിയുടെ പ്രവർത്തനം തുടരുമെന്നും മറ്റൊരു സംഘടനയുടെയും അനുമതി ആവശ്യമില്ലെന്നും ഫെഫ്ക അറിയിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ.